ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും, നമസ്കാരം. എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് വീറ്റ് ഹൽവയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഹൽവ റെസിപ്പിയാണിത്. ഞാനിവിടെ ഒരു പാന് ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഗോതമ്പ് പൊടി വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗീയോ ഓയിലോ ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. ഇത് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഗോതമ്പ് പൊടിയാണ്. ഇങ്ങനെ വറുത്തെടുക്കാണ്ടും നമുക്ക് ഹലുവ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ വറുത്തെടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉള്ളത്. ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഒരു 3-4 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പോൾ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ല അടി കട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കണം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂണോളം ഗീ എടുത്തിട്ടുണ്ട്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിലും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഗീയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ഗീ എടുക്കാം. ഞാനിവിടെ ലാസ്റ്റ് ഹൽവ റെഡിയായി വരുന്ന സമയത്ത് ഒരു 1.5 ടേബിൾ സ്പൂണോളം വേറെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ 5.5 ടേബിൾ സ്പൂൺ ഗീ. ഗീ ചൂടായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂണോളം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഈ അണ്ടിപ്പരിപ്പൊക്കെ ബ്രൗൺ കളറായാൽ വറുത്ത് കോരി മാറ്റി വെക്കാം. അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി കഴിഞ്ഞാൽ ഈ ഗീ ഫ്ലെയിം ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കാം. അതിന് ശേഷം വറുത്ത് വെച്ച് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഈ ഗീയിൽ നല്ല പോലെ വഴറ്റി കൊടുക്കണം. ഇത് നല്ല പോലെ സമയമെടുത്ത് തന്നെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റോളം ഫുള്ളായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഹൽവ ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ്. ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. നല്ലൊരു ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. വെറും 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. എല്ലാ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണിത്. ഇതിപ്പോൾ ഇവിടെ നല്ലപോലെ കളർ ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇത് ആവുന്നതിനനുസരിച്ചിട്ട് ഇത് കുറച്ച് ലൂസായി തുടങ്ങും. ഇതിലേക്കിനി മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇതൊന്ന് കട്ടിയായി തുടങ്ങും. അപ്പോൾ കൈയെടുക്കാണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇവിടെ ഇപ്പം ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് പഞ്ചസാര എന്നുള്ള അളവിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം കുറച്ചുകൂടി കൂട്ടാം. ഇവിടെ ഇപ്പോൾ ഇതൊരു നോർമൽ മധുരത്തിലാണ് ഉള്ളത്. നിങ്ങൾക്ക് മധുരം കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ഒക്കെ അധികമായിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൽ 1 പിഞ്ച് ഉപ്പ് കൂടി ചേർക്കാം. ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിൽ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ ഇവിടെ ഇപ്പോൾ റെഡിയായി വരുന്നുണ്ട്. ഇനി ഇത് റെഡിയായി ഈ പരുവം എത്തുന്ന സമയത്ത് ഇതിൻ്റെ സൈഡിൽ ഒരു ടീസ്പൂണ് ആ അളവിൽ ഗീ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹൽവക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇങ്ങനെ ഇതിൻ്റെ സൈഡിൽ ഗീ ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഓപ്ഷണലാണ്. അതൊരു ടേസ്റ്റിന് വേണ്ടി ചേർക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഇവിടെ ഇതിപ്പോൾ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണ കിട്ടുന്ന ഹൽവ അല്ല ഇത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹൽവ.
അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ ബൈ. നിങ്ങളുടെ സജഷൻസൊക്കെ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.